Hello. Senior secondary and higher secondary section first video on physics and electrostatics ആണ് cover ചെയ്യാൻ പോകുന്ന first topic. ഇതിപ്പം CBSE ആണെങ്കിലും ISC ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും കോമൺ ആയിട്ട് വേണ്ട രീതിയിലാണ് ഞാൻ പോർഷൻസ് കവർ ചെയ്യുന്നത്. 10 year question papers അല്ലെങ്കിൽ question paperന്റെ വർക്ക്ഔട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് CBSE, ISC ആൻഡ് സ്റ്റേറ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 10th പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. Okay, electron എന്ന് പറയുമ്പോഴത്തേക്ക് which is something related to charge. Okay, at the same time static എന്ന് പറയുമ്പോഴത്തേക്ക് റെസ്റ്റ് ആണ്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ മീനിങ് എന്തായിരിക്കും? സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ് അല്ലേ? അപ്പൊ റെസ്റ്റിൽ നിൽക്കുന്ന ചാർജസും അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പം നമുക്ക് എന്താണ് ചാർജ് എന്ന് ആദ്യം നോക്കാം. എന്താണ് ചാർജ്? നമുക്ക് മാറ്റർ നമുക്കറിയാം. ഓക്കെ, സംതിങ് വിച്ച് ഓക്യുപ്പൈ സ്പേസ് ഇസ് കോൾഡ് മാറ്റർ. ചാർജിനെ ഇപ്പം എങ്ങനെ പറയാൻ പറ്റും? മാറ്റർ പോലെ നമുക്ക് കയ്യിൽ എടുത്തു നോക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ചാർജ് അല്ലേ? അപ്പം ചാർജ് എന്ന് പറയുന്നത് മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ചാർജ്. എന്ത് പ്രോപ്പർട്ടിയാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ചാർജ്. ഓക്കെ, അപ്പൊ ചാർജ് എന്തുവാന്ന് നോക്കാം. ചാർജ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ വിച്ച് പ്രൊഡ്യൂസസ് ഓർ എക്സ്പീരിയൻസസ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെയോ മാഗ്നറ്റിക് ഫീൽഡിനെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടുള്ള പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ചാർജ്. ഇനി ചാർജ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മാറ്റർ വേണം, മാറ്റർ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ചാർജ് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ആസ് to charge to exist, matter must be there. Okay, but matter എന്ത് വേണ്ട? ചാർജ് വേണ്ട. അപ്പോൾ ചാർജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ചാർജ് is a property of a matter by which it produces or experiences electric or magnetic fields. Okay, ഇനി ചാർജിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് രണ്ട് ടൈപ്പ് ചാർജസ് ഉണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് നമ്മൾ പ്ലസ് വെച്ച് റെപ്രസെന്റ് ചെയ്യും, നെഗറ്റീവ് ചാർജ് നമ്മൾ മൈനസ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പോസിറ്റീവ് ചാർജിനെ അടുത്ത് വെക്കാം അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജിനെ അടുത്ത് വെക്കാം. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലൈക്ക് ചാർജസ് എന്ന് വിളിക്കും അല്ലേ? ഇങ്ങനെയാണ് പ്ലസ് ആൻഡ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആൻഡ് മൈനസ്. അപ്പൊ ഈ ഒരേപോലത്തെ ചാർജുകൾ അടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഇവര് റിപ്പൽ ചെയ്യും. സോ വി ക്യാൻ സേ ലൈക്ക് ചാർജസ് റിപ്പൽ. അറ്റ് ദ സെയിം ടൈം ഒരു പ്ലസും ഒരു മൈനസും ഓപ്പോസിറ്റ് ചാർജസ് ആണ് കൊണ്ടുവയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ they will attract each other. Okay, so now we can say like charges will repel and unlike charges will attract each other. എന്നാൽ നമുക്ക് ചാർജ് എന്ന് പറയുന്ന സമയം 10th പഠിച്ച കൺസെപ്റ്റ് ആണ്. കറണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കറണ്ട് എന്തുവായിരുന്നു? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അപ്പം ഈ ചാർജിന് നമ്മളവിടെ ഒരു യൂണിറ്റ് പഠിച്ചായിരുന്നു, കൂളുംബ് അല്ലെ? അപ്പൊ ഈ കൂളം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് എന്ത്? ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ പറയാൻ പറ്റുമോ? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഡയമെൻഷൻ അനാലിസിസ് അല്ലെ? അപ്പൊ ഡയമെൻഷൻ നമുക്ക് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് റെപ്രസെന്റ് ചെയ്യും. ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന Q എന്നാണ്. അപ്പൊ എന്തുമായിരിക്കും Qന്റെ ഡയമെൻഷൻ? കറണ്ടിന്റെ ഇക്വേഷൻ ഓർത്ത് നോക്കിയേ. I is equal to എന്തുവാണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലെ? അപ്പൊ ഇവിടുന്ന് നമുക്ക് Q is equal to എന്ന് എഴുതാം, കറണ്ട് ഇൻടു ടൈം എന്ന് എഴുതി കൂടാനോ? അപ്പൊ ഡയമെൻഷൻ ഓഫ് Q എന്തുമായിരിക്കും? ഡയമെൻഷൻ ഓഫ് കറണ്ട് ഇതാണ് എഴുതുന്നത്, ഡയമെൻഷൻ ഓഫ് കറണ്ട് ഇൻടു ഡയമെൻഷൻ ഓഫ് ടൈം. ഓക്കെ, ഡയമെൻഷൻ ഓഫ് കറണ്ട് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ A, ആംപിയറിന്റെ A ആണ്. ടൈം റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ E. സോ നമുക്ക് AT എന്ന് എഴുതാം. ഇതാണ് എന്ത്? ഡയമെൻഷൻ. അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഷോർട്ട് ആയിട്ട് ഒന്ന് പറയാം. ചാർജ് എന്താണ്? മാസിന്റെ പ്രോപ്പർട്ടി ആണ്. സോ ആസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഓർ എക്സ്പീരിയൻസസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അതേപോലെ ചാർജിന്റെ SI യൂണിറ്റ് കൂളുംബ്, ഡയമെൻഷൻ AT. ഇത്രയാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. അപ്പൊ നമ്മൾ ചാർജിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാം. ഞാനിവിടെ 8 പ്രോപ്പർട്ടീസ് എഴുതിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് അതെല്ലാം കോപ്പി ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോ പ്രോപ്പർട്ടി ആക്കാം. ഒന്നാമത്തെ എഴുതിയിരിക്കുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പൊ ചാർജ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ. ഫസ്റ്റ് ഇയർ നമ്മൾ സ്കേലാറും വെക്ടറും പഠിച്ചായിരുന്നു. എന്തുവായിരുന്നു സ്കേലാർ ക്വാണ്ടിറ്റി? ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ന്യൂമറിക്കൽ വാല്യൂ മാത്രമുള്ള ക്വാണ്ടിറ്റിനെയാണ് എന്ന് വിളിക്കുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി. അറ്റ് ദ സെയിം ടൈം
ഡയറക്ഷനും കൂടെ ഉള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് വിളിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും അല്ലേ? അപ്പം ഫസ്റ്റ് നമുക്ക് പറയാം ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് പോകാൻ പറ്റും. ഓൾജിബ്രായിക്ക് ആയിട്ട് നമുക്ക് എന്തെടുത്താൽ മതി? സം എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻഡിവിജ്വൽ ചാർജ് ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഓൾജിബ്രായിക്ക് സം എടുത്താൽ മതി. ഇനി രണ്ട്, ചാർജ് ട്രാൻസ്ഫറബിൾ ആണ്. എന്താണ് ഈ ട്രാൻസ്ഫറബിൾ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ബോഡീസ് എടുക്കാം, ഒരു ചാർജ്ഡ് ബോഡി ഇനി ഒരു അൺചാർജ്ഡ് ബോഡി. ഓക്കെ, അപ്പം ഈ ചാർജ്ഡ് ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിരിക്കും. ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. അതേപോലെ ഇലക്ട്രോൺ ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി അല്ലേ? അപ്പം ഈ രണ്ട് ബോഡീസ് നമ്മൾ കോൺടാക്റ്റിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഏതിലാണോ ചാർജ് ഉള്ളത് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ ഏതിലാണോ അതിൽ നിന്ന് എന്ത് ചെയ്യും? മറ്റേ ബോഡിയിലോട്ട് ചാർജസ് ഫ്ലോ ചെയ്യും, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം? ചാർജ് ഫ്ലോ ചെയ്യുമെന്ന് പറയാൻ പറ്റും അല്ലെ? സോ ചാർജ് ഇസ് ട്രാൻസ്ഫറബിൾ. ഇനി അടുത്തത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാസ്. ഞാൻ പ്രോപ്പർട്ടി പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു അല്ലെ? ഞാൻ ചാർജിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് അസോസിയേറ്റഡ് വിത്ത് മാസ് ആണ്. മാസ് ഉണ്ടെങ്കിലേ എന്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ? ചാർജിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പം ചാർജ് എന്ന് പറയുന്നത് എന്തുവാ? മാസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഇറ്റ് ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മാസ്. അടുത്തത് ചാർജ് ഇസ് കൺസേർവ്ഡ്. ലോ ഓഫ് കൺസർവേഷൻ നമുക്കറിയാം അല്ലെ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്തുവായിരുന്നു? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ദ സെയിം അപ്ലൈസ് ഹിയർ. അപ്പൊ ചാർജ് കൺസേർവ്ഡ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം? ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അടുത്ത ഇൻവേരിയൻസ് ഓഫ് ചാർജ്. എന്താണ് ചാർജ് ഇൻവേരിയന്റ് ആണെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ചാർജിന്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ 2 കൂളംബ് ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഈ ബോഡി ആദ്യം ഒരു 30 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്തു, അപ്പോഴും 2 കൂളംബ് തന്നെയാണ്. ഇനിയും വെലോസിറ്റി മാറി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക, അപ്പോഴും അത് എന്ത് തന്നെയാ? 2 കൂളംബ് തന്നെയാണ്. സോ ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ ചാർജ് വിൽ നോട്ട് ചേഞ്ച് വിത്ത് സ്പീഡ്. അപ്പൊ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ആരുടെ വാല്യൂ മാറുന്നത്? ചാർജിന്റെ വാല്യൂ മാറുന്നത്. അതാണ് എന്ത്? ഇൻവേരിയൻസ് ഓഫ് ചാർജ് എന്ന് പറയാം. അടുത്തത് ഇറ്റ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്? നമ്മളിപ്പം ചാപ്റ്ററിന്റെ പേര് പറഞ്ഞത് സ്റ്റാറ്റിക്സ് അല്ലേ? ഒരു ചാർജ് ഞാൻ ക്യൂ എന്ന് തന്നെ എഴുതാം. ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് റെസ്റ്റിൽ നിൽക്കുവാണെങ്കിൽ ഇതിന് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി അറ്റ് ദ സെയിം ടൈം ഇതേ ചാർജ് ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത് ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ, ഇലക്ട്രിക് ഫീൽഡിനെ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു ചാർജ് റെസ്റ്റിൽ നിൽക്കുവാണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം അത് ആക്സിലറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. തീർന്നിട്ടില്ല. ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജ്, ആക്സിലറേറ്റ് ചെയ്യുന്ന പോകുന്ന ചാർജ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. Okay, and that energy is known as electromagnetic waves. Okay, ഒരു ചാർജ് എടുത്തു, ആ ചാർജ് ആക്സിലറേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. പോരാത്ത എന്ത് ചെയ്യും? എനർജി ഡിസിപ്പേറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. നമുക്ക് അതാത് ചാപ്റ്ററിൽ പഠിക്കാം. ഇനി റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് കണ്ടക്ടർ. എന്താണ് റിസൈഡ്സ് ഓൺ സർഫസ്? ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കണ്ടക്ടർ ചാർജ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ചാർജസ് എല്ലാം ഒരേപോലത്തെ ആയിരിക്കും, ഏതർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ ഒരു കണ്ടക്ടർ വല്ല നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തെ ചാർജസ് ഇപ്പോൾ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. നെഗറ്റീവ് റിപ്പൽ ചെയ്യൂലേ? അപ്പോൾ അത് അടുത്ത് വന്നിരിക്കുമോ? ഇല്ല. എല്ലാം പോയി സർഫസിൽ എന്ത് ചെയ്യും? എത്ര മാക്സിമം ഡിസ്റ്റൻസ് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും ഈ ചാർജസ് ഓറിയന്റ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്നതാണ് റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് കണ്ടക്ടർ. ഞാനൊരു എക്സാമ്പിൾ, ഒരു സോപ്പ് ബബിൾ. ആ സോപ്പ് ബബിൾ നമ്മൾ എങ്ങനെയും ചാർജ് ചെയ്യുന്നു വിചാരിക്കാം, നെഗറ്റീവ് ചാർജ് ആക്കി വിചാരിക്കാം. സോപ്പ് ബബിൾ കുറച്ചുകൂടെ വലുതാവും. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊരു ബബിളാണ്. ഓക്കെ, നെഗറ്റീവ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ചാർജ് കൊടുത്തെന്നിരിക്കട്ടെ, ഈ നെഗറ്റീവ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പം ഈ ബബിൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ വലുതാവും. അപ്പം എപ്പോഴും ഈ ചാർജസ് എവിടെ ആയിരിക്കും? സർഫസ് പ്രോപ്പർട്ടിയാണ് എന്ത്? ചാർജിന്റെ. ഇനി അടുത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ലാസ്റ്റ് എടുത്ത് എഴുതി സ്പേസ് കിട്ടാൻ വേണ്ടി. അപ്പൊ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബോഡി എടുക്കുക. ഓക്കെ, ഈ ബോഡിയിൽ ഇപ്പോൾ ഒരു 4 നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ ബോഡിയിലെ ടോട്ടൽ ചാർജ് ചോദിച്ചാൽ 4 എന്ന് എഴുതിയാൽ പോരെ അല്ലേ? 4 ഇലക്ട്രോൺ അല്ലേ? 4 നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോൺ ആണ്. സോ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4 ഇലക്ട്രോൺസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇലക്ട്രോൺ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. സോ ഞാൻ ഇതിനെ എങ്ങനെ എഴുതും? മൈനസ് എഴുതും. അപ്പൊ ഈ എന്തുവാണ്? നേരത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു, ആക്ച്വലി ഇത് എന്തുവാണ്? ബേസിക് ചാർജ്. അതായത് ഇലക്ട്രോണിന്റെ ചാർജ് ഇ, പ്രോട്ടോണിന്റെ ചാർജ് ഇ. വ്യത്യാസം എന്തുവാ? ഇലക്ട്രോൺ എഴുതുമ്പോൾ -E എഴുതണം, പ്രോട്ടോൺ എഴുതുമ്പോൾ +E എഴുതും. ഇയുടെ വാല്യൂ എത്രയാണ്?
പഠിച്ചിട്ടില്ലേ ഇലക്ട്രോണിന്റെ ചാർജ് -1.6 into 10⁻⁻19 കൂളം. പ്രോട്ടോൺ വരുമ്പോഴത്തേക്കോ +1.6 into 10⁻⁻19 കൂളം. അപ്പൊ ഓർക്കേണ്ട കാര്യം ബേസിക് ചാർജിന്റെ വാല്യൂ ഒന്ന് തന്നെയാണ് അല്ലെ, 1.6 into 10⁻⁻19. ഇലക്ട്രോൺ ആണെങ്കിൽ മൈനസ് വരും, പ്രോട്ടോൺ ആണെങ്കിൽ പ്ലസ് വരും, അതിലേ ഉള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ Q is equal to -4 എന്ന് എഴുതി. ഇനി അഥവാ ഇതിപ്പോ 4 പോസിറ്റീവ് ആയിരുന്നെങ്കിലോ ഞാൻ Q is equal to എന്ത് എഴുതിയേനെ, +4 എന്ന് എഴുതിയേനെ അല്ലേ. അപ്പോഴേ ഈ ചാർജിന് ഒരു ഇലക്ട്രോൺ നമുക്കറിയാം, ഇനിയാണെങ്കിൽ എനിക്ക് പകുതിയായിട്ട് വെട്ടാൻ പറ്റുമോ, ഒരിക്കലുമില്ല. അതുകൊണ്ട് ടോട്ടൽ ചാർജ് ഓൺ എ ബോഡീനെ എപ്പോഴും നമുക്ക് പ്ലസ് ഓർ മൈനസ്, എന്തിനാ പ്ലസ് ഓർ മൈനസ് ഇട്ടെ, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പ്ലസ്, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ആണെങ്കിൽ മൈനസ്. Q is equal to +or- NE. ഈ എന്താണ് ബേസിക് ചാർജ്, എന്നോ കൗണ്ടിങ് നമ്പേഴ്സ് ആയിരിക്കണം അല്ലെ, 0 1 ഇൻ ഹോൾ നമ്പേഴ്സ് 1 2 3 എക്സെട്ര. ഒരിക്കലും ഞാൻ നമുക്ക് ഒരു ബോഡിയിൽ 3.5 ചാർജ് ഉണ്ട്, 4.25 ചാർജ് ഉണ്ട് അല്ലെ, അതേപോലെ 5.25 ചാർജ് ഉണ്ടെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ചാർജ് ഓൺ എ ബോഡി ഈസ് ഓൾവേസ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്തുവാ, ഫുൾ നമ്പർ, ഹോൾ നമ്പർ ആയിരിക്കണം. 0 1 2 3 4 5 അങ്ങനെ ആയിരിക്കണം. 5.2 3.5 ഒന്നും വരരുത്. Okay, so how can we define this thing? Quantization of charge എന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? The total charge on a body is always an integral multiple of basic charge. ഈ integral multiple എന്ന് ഉദ്ദേശിക്കുന്നതാണ് n. Okay, basic charge എന്ന് ഉദ്ദേശിക്കുന്നതാണ് e. So the total charge on a body is always an integral multiple of basic charge. അപ്പോൾ integral multiple എന്ന് വെച്ചാൽ n ആണ്, basic charge e. പഠിക്കണം. അടുത്ത നമ്മൾ നോക്കുന്നത് ചാർജിന്റെയും മാസിന്റെയും കമ്പാരിസൺ ആണ്. ഓക്കെ, ഇപ്പൊ ചാർജിന്റെ കേസ് എടുക്കുമ്പോൾ ചാർജ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം അല്ലെ. +2 കൂളം, -2 കൂളം അല്ലെങ്കിൽ 0 എന്നൊക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ആരെ, ചാർജിന്. അറ്റ് ദ സെയിം ടൈം മാസ് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം എന്റെ മാസ് ചോദിച്ചാൽ എനിക്ക് പറയാം 70 കിലോഗ്രാം അല്ലെ. അത് എപ്പോഴും എന്തുമായിരിക്കും, പ്ലസ് ആയിരിക്കും. അല്ലാതെ ഒരു ബോഡി എടുത്ത് വെച്ചിട്ട് അതിന് -30 കിലോഗ്രാം മാസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ഇനി അടുത്തത് ചാർജ് ഇൻവേരിയന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇൻവേരിയന്റ് എന്ന് വെച്ചാൽ എന്തുവാ, വെലോസിറ്റി മാറുന്നതനുസരിച്ച് ചാർജിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാറില്ല. പക്ഷെ മാസ് എന്താണ്, വേരിയന്റ് ക്വാണ്ടിറ്റി. അത് മാസ് ഓഫ് എ ബോഡി ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് വെലോസിറ്റി. അപ്പം ഇക്വേഷൻ ഇല്ല, നമുക്ക് പറയാം m is equal to എന്താണ്, m0 divided by √1 - v² divided by c². m എന്ന് വെച്ചാൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ മാസ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. m0 എന്ന് പറയുമ്പോൾ റെസ്റ്റ് മാസ്, റെസ്റ്റിൽ നിൽക്കുമ്പോൾ ഉള്ള ഒബ്ജക്റ്റിന്റെ മാസ്. ഇനി v എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, c സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, അതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി ക്വാണ്ടൈസ്ഡ് ആണ് ചാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്തുവാ, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ് ആണ്. പക്ഷെ മാസിന്റെ കേസ് നമുക്ക് അറിയില്ല, ഇതുവരെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, അത് ക്വാണ്ടൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ്ഡ് അല്ല. ഇനി ചാർജിന്റെ കേസ് എടുക്കുമ്പോൾ ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവും ആകാം, റിപ്പൾസീവും ആകാം അല്ലെ. നമ്മൾ പറഞ്ഞതാ, പോസിറ്റീവും വന്നാൽ റിപ്പല്ലിയും, പോസിറ്റീവും നെഗറ്റീവും വന്നാൽ അട്രാക്റ്റീവും. സോ ഇറ്റ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ ഇറ്റ് ക്യാൻ ബി റിപ്പൾസീവ്. അറ്റ് ദ സെയിം ടൈം മാസ് എടുക്കുമ്പോഴത്തേക്ക് അത് എപ്പോഴും എന്താണ്, അട്രാക്റ്റീവ് ആണ്. ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷത്തെ. അപ്പം the force of attraction between two bodies will always be attractive. ഗ്രാവിറ്റേഷന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ അല്ലെ. ഇനി അടുത്തത് ചാർജ് ഓൺ എ ബോഡി കൺസേർവ്ഡ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നത് ഓൾറെഡി കൺസേർവ്ഡ് ആണ്. ഇറ്റ് ക്യാൻ either be created nor be destroyed. At the same time മാസിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ തൽക്കാലം നോട്ട് കൺസേർവ്ഡ് എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് കൺസേർവ്ഡ് അല്ലാത്ത, വേണമെങ്കിൽ മാസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനർജി എമിറ്റ് ചെയ്യാൻ പറ്റും. E is equal to mc² ഇക്വേഷൻ അനുസരിച്ച് it can be converted into energy also. So it is not conserved. അടുത്ത നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് ചാർജിങ്. നമുക്ക് എങ്ങനെയൊക്കെ ഒരു ബോഡീനെ ചാർജ് ചെയ്യിപ്പിക്കാം. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ചാർജ് നമുക്ക് മെയിൻലി 3 മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. 3 മെത്തേഡ്സിന്റെ അകത്ത് ഒന്നാമത്തെ മെത്തേഡിനെ നമുക്ക് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. കൊച്ചിലെ തൊട്ടേ നമുക്ക് പരിചയമുള്ള ഒരു സാധനമാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെ. സ്കെയിലോ അല്ലെങ്കിൽ ചീപ്പോ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലിട്ട് നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് വിറ്റ്സ് ഓഫ് പേപ്പറിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. പേപ്പർ ജമ്പ് ചെയ്യുമായിരുന്നു അല്ലെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് പഠിച്ചതാ. അത് തന്നെയാണ് എന്ത്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2 ഒബ്ജക്ട്സ് നമ്മൾ എടുത്തു. ഓക്കെ, ഒബ്വിയസ്ലി ഇത് രണ്ടും ന്യൂട്രൽ ആണെന്ന് ഇരിക്കട്ടെ. ന്യൂട്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് there will be equal number of positive charges and negative charges. ഓക്കെ, ഇപ്പം ഫസ്റ്റ് ബോഡിയിൽ 3 പോസിറ്റീവ് ചാർജ് 3 നെഗറ്റീവ് ചാർജും ഉണ്ട്. സെക്കൻഡ് ബോഡിയിൽ 4 പോസിറ്റീവ് 4 നെഗറ്റീവ് ഉണ്ട്. ഇവർ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യാൻ പോകും. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് 2 ചാർജ് ഇനി ഒരു ഒബ്ജക്റ്റിലോട്ട് പോയി. ഓർത്തോണം, പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യത്തില്ല, നെഗറ്റീവേ ഫ്ലോ ചെയ്യും. അതിന്റെ റീസൺ അറിയാമല്ലോ. ആറ്റംസ് പഠിക്കുമ്പോഴത്തേക്ക് ആറ്റത്തിന്റെ ഏറ്റവും സെന്ററിലുള്ളതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അകത്താണ് പോസിറ്റീവ് ചാർജും ന്യൂട്രൽ ചാർജ്, അതായത് നമ്മുടെ ന്യൂട്രോൺസ് അല്ലേ. ഇതിന്റെ പുറത്തുള്ള ഓർബിറ്റ്സിലാണ് ആര് കറങ്ങുന്നത്, ഇലക്ട്രോൺ കറങ്ങുന്നത്. അപ്പൊ ഇലക്ട്രോൺ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു പോയിന്റിൽ നിന്ന് ഇനി ഒരു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ആവത്തുള്ളൂ, പ്രോട്ടോൺ പോത്തില്ല.
അപ്പം ഇവിടുത്തെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ട് വന്നെന്ന് വിചാരിക്കുക. വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് 2 അഡീഷണൽ ഇലക്ട്രോൺ കിട്ടിയ ഇവിടുത്തെ 2 പോയെ. അപ്പൊ ഇവിടെ ഈ 2 ക്യാൻസൽ ആയിപ്പോയി, ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന 3 നള്ളിഫൈ ആയിപ്പോയി. ഇപ്പം ഇത് ഇലക്ട്രോൺ എന്ത് ചെയ്തു? ലൂസ് ചെയ്തു. ഇത് ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു അല്ലെ. ലൂസ് ചെയ്ത ബോഡിയിൽ ഇപ്പൊ ബാക്കി ഇരിക്കുന്ന ആരാ? പോസിറ്റീവ്. അപ്പൊ ഇലക്ട്രോണെ ലൂസ് ചെയ്ത് ഈ ബോഡി പോസിറ്റീവ് ആയി അല്ലെ. ഇവിടുത്തെ കേസ് എടുക്കുമ്പോഴോ ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് ഇപ്പൊ ഇതിന്റെ താരമുള്ള നെഗറ്റീവ്. സോ ഇലക്ട്രോണെ ഗെയിൻ ചെയ്തിട്ട് ഇത് എന്തായി? നെഗറ്റീവ് ആയി. അപ്പം ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. ഈക്വൽ ചാർജ് ആയിരിക്കും. ഇവിടെ -2e ആണെങ്കിൽ ഇത് +2e ആയിരിക്കും. നെറ്റ് എടുത്ത് നോക്കുമ്പോൾ എന്തുവാണ്? ടോട്ടൽ ചാർജ് 0 ആണ്. ഓക്കെ, അപ്പം ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന ബോഡി നെഗറ്റീവ് ആകും, ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന ബോഡി പോസിറ്റീവ്. അപ്പോൾ ഓർത്തോണം, ദ ബോഡി വിച്ച് ലൂസസ് ഇലക്ട്രോൺ വിൽ ബിക്കം പോസിറ്റീവ് ആൻഡ് ദ ബോഡി വിച്ച് ഗെയിൻസ് ഇലക്ട്രോൺ വിൽ ബിക്കം നെഗറ്റീവ്. ഇനി അടുത്ത രണ്ടാമത്തെ ചാർജിങ് ബൈ കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് വെച്ചാൽ കണ്ടക്ട് ചെയ്യണം, തൊടണം അല്ലേ. ഇപ്പൊ ഇതൊരു ബോഡിയാണ്, പോസിറ്റീവ്ലി ചാർജ് ആണ്. ഇത് ഇനിയൊരു ബോഡിയാണ്, പോസിറ്റീവ്ലി ചാർജ് ആണ്. രണ്ടും അടുത്ത് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? റിപ്പൽ. 2 നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡീസ് എടുത്ത് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? റിപ്പൽ. ഇനി അതിന് പകരം നമ്മൾ ഒരു ബോഡി നെഗറ്റീവ് ചാർജും ഇനിയൊരു ബോഡി നൾ ചാർജ്, അതായത് ചാർജ് ഇല്ലാത്ത സാധനം, ചാർജ്ലെസ് ബോഡി കൊണ്ടുവയ്ക്കുക. ഇത് രണ്ടും കൂടെ തൊട്ടാൽ എന്ത് പറ്റും? ഇതും കൂടെ എന്താകും? നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു അൺചാർജ്ഡ് ബോഡീനെ ചാർജ് ചെയ്യിപ്പിക്കണം. ഇപ്പം ഈ റെഡ് മാർക്കർ ഇത് പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു ബ്ലാക്ക് മാർക്കർ അൺചാർജ്ഡ് ആണ്. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ നമ്മൾ ടച്ച് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും. ഓക്കെ, ചാർജസ് എക്സ്ചേഞ്ച് ഇപ്പൊ രണ്ടും എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. അറ്റ് ദ സെയിം ടൈം ഇത് നെഗറ്റീവ് ആണെന്ന് കൺസിഡർ ചെയ്യുക, ഇത് ചാർജ്ലെസ് ആണ്. ഇത് രണ്ടും നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് വിടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതും നെഗറ്റീവ് ആണ്. അപ്പം സെയിം ചാർജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അക്വയർ ചെയ്യുന്നത്. ഇപ്പം ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡീനെ ഒരു അൺചാർജ്ഡ് ബോഡി ആയിട്ട് ടച്ച് ചെയ്താൽ അതും എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡീനെ ഞാൻ ഒരു അൺചാർജ്ഡ് ബോഡി ആയിട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ മറ്റേതും എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യത്തില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു സാധനം, അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ വായിച്ചിട്ട് വരും. അതിനെ പറയുന്ന പേര് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. Charged by induction that there is no physical contact between the charged body and uncharged body. Okay, ഇപ്പം നമ്മളൊരു ചാർജ്ഡ് ബോഡി കൊണ്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെന്ന് വിചാരിക്കും. ഇത് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ ഒരു അൺചാർജ്ഡ് സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിനെ ഞാനൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മണ്ടയിൽ കൊണ്ട് മൗണ്ട് ചെയ്ത് വെച്ചു. ഇത് ഷുഡ് ബി ഇൻസുലേറ്റിംഗ്. ഓക്കെ, ഇത് കണ്ടക്ടിങ് ആണ്, ഒരു സ്ഫെറിക്കൽ ഷേപ്പിലൊരു ബോഡിയാണ് ഇത്. ഇതിനെ ഞാൻ അടുത്തോട്ട് കൊണ്ടുവരുക. ഇതിനെ ഞാൻ അടുത്തോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ടും ടച്ച് ചെയ്തിട്ടില്ല. ഇത് നെഗറ്റീവ് ആണ്, ഇത് അൺചാർജ്ഡ് ആണ്. അൺചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ഈ നെഗറ്റീവ് ചാർജ് നെഗറ്റീവിനെ റിപ്പൽ ചെയ്യത്തില്ലേ? അപ്പൊ ഈ ബോഡിയിലുള്ള നെഗറ്റീവ് ചാർജ് എല്ലാം അപ്പുറത്തറ്റത്തോട്ട് പോയി. ഓക്കെ, ഫാർ അവേ പോയിന്റിലോട്ട് പോയി. ആൻഡ് ദിസ് നെഗറ്റീവ് വിൽ അട്രാക്ട് പോസിറ്റീവ് അല്ലേ. അപ്പൊ ഈ പോസിറ്റീവ് എല്ലാം എന്ത് ചെയ്തു? ഈ അറ്റത്ത് കോൺസെൻട്രേറ്റ് ആയി. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? എർത്ത് ചെയ്യും. ഓക്കെ, എർത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഓർക്കണം, നെഗറ്റീവ് ചാർജ് എങ്ങോട്ട് പോകും? എർത്തിലോട്ട് പോകും. സോ ഇലക്ട്രോൺസ് എവിടെ പോയി? താഴോട്ട് പോയി. എർത്ത് ഈസ് ഓൾവേസ് നോൺ ആസ് എൻ ഇലക്ട്രോൺ ബാങ്ക്. എത്ര ഇലക്ട്രോണെ തരാനും പറ്റും, എത്ര ഇലക്ട്രോണെ മേടിക്കാനും പറ്റും. ഓക്കെ, ഇതെല്ലാം അങ്ങോട്ട് പോയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നെഗറ്റീവ്ലി ചാർജ് ബോഡിനെ ഒരു അൺചാർജ് ബോഡിയുടെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ നെഗറ്റീവ് ചാർജ് എല്ലാം റിപ്പൽ ചെയ്ത് അങ്ങേറ്റത്ത് പോയി, പോസിറ്റീവ് ചാർജ് എല്ലാം അട്രാക്ട് ചെയ്ത് ഈ സൈഡിൽ വന്നു. ദെൻ ഐ ആം ഗോയിങ് ടു എർത്ത് ദ എൻഡ്. എർത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് ചാർജ് എല്ലാം ഇങ്ങോട്ട് പോയി കഴിഞ്ഞു, താഴോട്ട്. ഓക്കെ, ഇത് നെഗറ്റീവ് ഉണ്ടോ? ഇല്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ ഈ എർത്ത് മാറ്റുക, എന്നിട്ട് ഇതിനെ എടുത്ത് മാറ്റുക. ഈ പോസിറ്റീവ് അല്ലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് അല്ലേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അൺചാർജ്ഡ് ബോഡിനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കാൻ പറ്റും. എന്തിനെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ആക്കിയേ? നെഗറ്റീവ്. ഇതിപ്പോ കണ്ടക്ഷൻ മെത്തേഡ് ആയിരുന്നെങ്കിലോ, ഞാൻ കൊണ്ട് തൊട്ടിരുന്നെങ്കിലോ അതും കൂടെ എന്തായിപ്പോനെ? നെഗറ്റീവ് ആയിപ്പോനെ. അപ്പൊ ഓപ്പോസിറ്റ് ചാർജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ യൂസ് ചെയ്യും. പോട്ടെ, നമ്മൾ ഇനിയൊരു കേസ് എടുക്കാം. ഞാൻ അത് വന്നിട്ട് പാർട്ട് ബൈ പാർട്ട് പിക്ചർ ആയിട്ട് വരച്ചത്. ഓക്കെ, അപ്പൊ ഞാനൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിനെ കൊണ്ടുവരുന്നു. ആരുടെ അടുത്താണ് കൊണ്ടുവരുന്നത്? അൺചാർജ്ഡ് ബോഡിക്ക് എടുത്ത് അല്ലേ. ഇത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ്. കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്ത് വെച്ചും? പോസിറ്റീവ് ചാർജ് വിൽ അട്രാക്ട് നെഗറ്റീവ് ചാർജ് ആൻഡ് ദിസ് വിൽ റിപ്പൽ പോസിറ്റീവ് ചാർജ്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഫിഗർ. ഇനി അടുത്തത് ഇത് ഇതേപടി ഇരിക്കട്ടെ. ഇത് നെഗറ്റീവ് ഇവിടെ ഉണ്ട്, പോസിറ്റീവ് അവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിനെ എർത്ത് ചെയ്യാൻ പോവുക. എർത്ത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഓർക്കണം, ഞാൻ പറഞ്ഞ എന്തുവാ?
എർത്ത് ഇലക്ട്രോൺ ബാങ്ക് എന്നാണ് പറഞ്ഞത്, പ്രോട്ടോൺ ബാങ്ക് എന്നല്ല അല്ലേ. അപ്പം ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് താഴോട്ടല്ല ഫ്ലോ ചെയ്യുന്നത്, ഓർക്കണം പോസിറ്റീവ് മൂവ് ചെയ്യത്തില്ല. ബട്ട് എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺ താഴെ നിന്ന് മുകളിലോട്ട്. ഓക്കെ, ഇപ്പം മുകളിൽ ഞാൻ പഠിച്ചപ്പോൾ 5+ ഉണ്ടല്ലോ, 5 പോസിറ്റീവ് ഉണ്ടല്ലോ, അപ്പം 5 ഇലക്ട്രോൺ താഴെ എങ്ങോട്ട് പോയി, മുകളിൽ പോയി. എന്നിട്ട് ഇതിൻ്റെ അടുത്ത് എല്ലാവരും വന്നു, ഓരോ ഇലക്ട്രോൺ വന്നു. സോ ദ എർത്ത് സപ്ലൈഡ് ഇലക്ട്രോൺസ് അല്ലേ. ഇനി ഇത് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ക്യാൻസൽ ആവില്ലേ, ഇല്ല ഇതെല്ലാം ക്യാൻസൽ ആയി പോയില്ലേ. അപ്പം ഇനി അവിടെ ചാർജ് ഉണ്ടോ, ആ സൈഡിൽ ചാർജ് ഉണ്ടോ, ഇല്ല. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്തായി, ഞാൻ ഇതും കൂടെ എടുത്ത് മാറ്റി അല്ലേ. വേണ്ട, ഞാൻ മാറ്റുന്നതിന് മുമ്പുള്ള പടം തന്നെ വരയ്ക്കും. നോക്കിയേ, ഇങ്ങനെ ഇരിക്കുമല്ലേ, ആ സൈഡ് മൊത്തം പനാൾ ചാർജ് ഞാൻ അകത്തും കൂടെ മാറ്റി. ഇനി ഞാൻ ഈ പോസിറ്റീവും കൂടെ എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് എന്ത് കിട്ടി, എനിക്കൊരു നെഗറ്റീവ്ലി ചാർജ് സ്ഫിയർ കിട്ടും അല്ലേ. അപ്പം ഈ നെഗറ്റീവ്ലി ചാർജ് സ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയത് എന്ത് വെച്ചിട്ടാണ്, പോസിറ്റീവ്ലി ചാർജ് റോഡ് വെച്ച്. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇനിയൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതെങ്ങനെ ചാർജ് ആകുന്നത് അല്ലേ. നമുക്ക് ഒരു റോഡ് എങ്ങനെ ചാർജ് ആക്കി എടുക്കാം, അതിന് നമുക്ക് ആദ്യം പഠിച്ച സാധനം എന്തുവാണ്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അപ്പോൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് ഓൾറെഡി പറഞ്ഞാണ്, ടു ഒബ്ജക്ട്സ് ആർ അപ്പ് ടുഗദർ, വൺ വിൽ ലൂസ് ഇലക്ട്രോൺ ആൻഡ് ദി അതർ വിൽ ഗെയിൻ ഇലക്ട്രോൺ അല്ലേ. അപ്പം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് നെഗറ്റീവായിട്ട് മാറും, ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് മാറും. ഞാൻ അതിൻ്റെ അകത്ത് 2 പെയർ പഠിപ്പിച്ചിട്ട്, 2 പെയർ. ഓക്കെ, ഒന്ന് ഗ്ലാസ് റോഡ് ആൻഡ് സിൽക്ക്. ഓക്കെ, ഗ്ലാസ് റോഡിനെ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പം എനിക്ക് എന്ത് പറ്റും, ഗ്ലാസ് റോഡ് പോസിറ്റീവായിട്ട് മാറും, സിൽക്ക് നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത് പോസിറ്റീവായി ഇത് നെഗറ്റീവായി എന്ന് പറഞ്ഞ അർത്ഥം ഗ്ലാസ് റോഡ് ഇലക്ട്രോണെ ലൂസ് ചെയ്തു, സിൽക്ക് ഇലക്ട്രോണെ ഗെയിൻ ചെയ്തു. ഇത് ഒരു പെയർ. അതേപോലെ അടുത്ത് എബണൈറ്റ് റോഡ് ആൻഡ് ക്യാറ്റ് സ്കിൻ. പൂച്ചേനെ എടുത്തിട്ട് ഉരയ്ക്കാനല്ല, ക്യാറ്റ് സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫറാണ്. ഓക്കെ, ടെഡി വെയർ ഒക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ച് റബ്ബ് ചെയ്താണ്. ഓക്കെ, ക്യാറ്റ് സ്കിൻ അല്ലെങ്കിൽ ഫർ. അപ്പൊ ഈ ക്യാറ്റ് സ്കിൻ അല്ലെങ്കിൽ ഫറും എബണൈറ്റുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവാണ്, ആര്, എബണൈറ്റ്. ക്യാറ്റ് സ്കിൻ എന്താകും, പോസിറ്റീവ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ലൂസ് ചെയ്തതാരാ, ഇലക്ട്രോണെ കൊടുത്തതാരാ, ക്യാറ്റ് സ്കിൻ പോസിറ്റീവ് അല്ലേ. അപ്പൊ എബണൈറ്റ് റോഡ് എന്ത് ചെയ്തു, ഇലക്ട്രോണെ ഗെയിൻ. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റിൽ ഒരു പോസിറ്റീവ്ലി ചാർജ് റോഡ് എടുത്തില്ലേ, അതിനിപ്പോ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക്. ഇനി നമ്മൾ നെഗറ്റീവ്ലി ചാർജ് റോഡ് എടുത്തില്ലേ, അതിനൊരു എക്സാമ്പിൾ ചോദിച്ചാൽ ഇറ്റ്സ് ആൻ എബണൈറ്റ് റോഡ് റബ്ഡ് വിത്ത് ക്യാറ്റ് സ്കിൻ ഓർ ഫർ. ഓക്കെ, അപ്പൊ ചാർജിങ്ങിന്റെ മെത്തേഡ്സ് ആയി ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ, ഇത് 3 പഠിക്കാം. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. സിലബസിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്, ഞാൻ അഡീഷണൽ നോളജിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ, ഞാൻ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ബോഡി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ബോഡി ചാർജ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് എന്ത്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഒരു ഗ്ലാസ് ജാർ, ഓക്കെ, നമുക്ക് അകത്ത് കാണണ്ടേ, അതുകൊണ്ട് ഒരു ഗ്ലാസ് ജാർ. എന്നിട്ട് ഒരു റോഡ് വെച്ചിട്ടുണ്ട്, റോഡിന് മുകളിൽ ഒരു നോബ് ഉണ്ട്. ഓക്കെ, അതിന്റെ താഴെ ഉള്ളത് 2 തിൻ ഗോൾഡ് ലീഫ്, ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന 2 തിൻ ഗോൾഡ് ലീഫ്. അപ്പൊ ഈ ഗോൾഡ് ലീഫ് എന്ന് പറയുന്ന സാധനം ഭയങ്കര തിന്നായിരിക്കണം, അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ ഞാൻ ഒരു ബോഡി കൊണ്ടുവരും. ഓക്കെ, ഇപ്പൊ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാന്ന് വെക്കട്ടെ, ഞാൻ കൊണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, മെത്തേഡ് ബൈ കണ്ടക്ഷൻ ആണ്. അപ്പൊ ഞാൻ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ പോസിറ്റീവ് തന്നെയല്ലേ ഇവിടെയും വരിക അല്ലേ. അപ്പൊ ഈ ഗോൾഡ് ലീഫ് എന്തായിട്ട് മാറി, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. 2 പോസിറ്റീവ്ലി ചാർജ്ഡ് ലീഫ് അട്രാക്ട് ചെയ്യുമോ റിപ്പൽ ചെയ്യുമോ, റിപ്പൽ ചെയ്യും അല്ലെ. അപ്പൊ ഈ 2 ലീഫ് എന്ത് ചെയ്തു, റിപ്പൽ ചെയ്തു പോയി. അപ്പൊ ഈ 2 ലീഫ് റിപ്പൽ ചെയ്യുവാണെങ്കിൽ എനിക്ക് പറയാൻ ദാറ്റ് ബോഡി ഈസ് ചാർജ്ഡ്. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഈ നമ്മൾ കൊണ്ടുവന്ന ബോഡി ചാർജ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അറ്റ് ദ സെയിം ടൈം ഞാനിവിടെ നെഗറ്റീവ് ആണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നെഗറ്റീവ് ആയനെ, ആൻഡ് ഇത് എന്ത് ചെയ്തേനെ, റിപ്പൽ ചെയ്ത് പോകാൻ. സോ നമ്മൾ കൊണ്ടുവരുന്ന ബോഡി ചാർജ്ഡ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ആരെ യൂസ് ചെയ്യാറുള്ളൂ, ഇലക്ട്രോസ്കോപ്പിനെ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് റിപ്പൽഷൻ കൂടുതലാണെങ്കിൽ നല്ല ചാർജ്ഡ് ബോഡിയാണ്, റിപ്പൽഷൻ കുറവാണെങ്കിൽ ചാർജ് കുറവുള്ള ബോഡി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചാർജ് ഏത് ടൈപ്പ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു അറിയാവുന്ന ചാർജ് ആണ്, നോൺ ചാർജ്, KNOWN ആണ് നോൺ ചാർജ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ എക്സാമ്പിൾ എന്തുവായിരുന്നു, ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക് അല്ലെ. ഇതിനെ നമ്മൾ കൊണ്ടുവന്ന് ആദ്യം ഇതുമായിട്ടൊന്ന് ടച്ച് ചെയ്തപ്പം ഇതെല്ലാം പോസിറ്റീവായി, എനിക്കിത് റിപ്പൽ ചെയ്ത് നിൽക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെടുത്ത് മാറ്റി, ചാർജ് എന്തായാലും ഇതിനകത്തുണ്ടല്ലോ. രണ്ടാമത് എനിക്ക് അറിയത്തില്ല ഇതിപ്പോ ഏത് ചാർജ് ആണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതിനെ അടുത്തോട്ട് കൊണ്ടുവന്നു, ഇതിന് വലിയ മാറ്റമൊന്നുമില്ല, ഇതേപടി നിൽക്കുക.
അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ റിപ്പല്ലായി എന്നുണ്ടെങ്കിൽ ഇതും എന്തുമായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഇനി അതല്ല, ഞാൻ ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്തു, ഒന്ന് കൊളാപ്സ് ചെയ്തു, അടുത്തോട്ട് വന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും ആണ് റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സേ ദിസ് ഇസ് നെഗറ്റീവ്. ഓക്കെ, അപ്പം അറിയാവുന്ന ഒരു ചാർജ്ഡ് ബോഡി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ആദ്യം എന്ത് ചെയ്യണം, ഗോൾഡ് ലീഫിനെ ചാർജ് ചെയ്യണം അല്ലേ. ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെങ്ങനെ നിൽക്കും, റിപ്പൽ ചെയ്യും നിൽക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ വേറൊരു ബോഡി കൊണ്ടുവരും, അതിന്റെ ചാർജ് നമ്മൾ കണ്ടുപിടിക്കണം. അത് കൊണ്ടുവരുമ്പോൾ ഇതേപടി നിൽക്കുവാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ റിപ്പൽ ആയെങ്കിൽ നമ്മൾ നേരത്തെ ഏത് ചാർജ് ആണോ കൊണ്ടുപോയത്, നമുക്കറിയാവുന്ന ഒരു ചാർജ് ഉണ്ടായിരുന്നല്ലോ, പ്ലസ് ഓർ മൈനസ്, കൊണ്ടുപോവാണെങ്കിൽ പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ, പോസിറ്റീവ് ആണ് കൊണ്ടുപോയി നമ്മൾ ആദ്യം വെച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ബോഡി കൊണ്ടുവന്നപ്പോൾ ഇതേപടി നിൽക്കുവാണെങ്കിൽ ദിസ് ഇസ് പോസിറ്റീവ്. ഇനി അതല്ല, ഒന്ന് കൊളാപ്സ് ചെയ്തിട്ട് വീണ്ടും ആണ് പോയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ കൊണ്ടുവന്ന ബോഡി എന്തുമായിരിക്കും, നേരത്തെ ചാർജ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ്. അതായത് നമ്മൾ നേരത്തെ ഇത് പ്ലസ് വെച്ച് ചാർജ് ചെയ്തിരുന്നെങ്കിൽ ഇത് കൊളാപ്സ് ആയി തിരിച്ചു പോയാൽ ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന ആരായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി അതല്ല, ഇതേപടി നിൽക്കുവാണെങ്കിൽ നമ്മുടെ നോൺ ചാർജ് ഏതായിരുന്നോ ആ സെയിം ആണ് നമ്മളിപ്പോൾ കൊണ്ടുവന്ന ബോഡി. സിലബസിൽ വലുതായിട്ടില്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട, അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂളംസ് ലോ പഠിക്കും, കൂളംസ് ലോയുടെ വെക്റ്റർ ഫോം പഠിക്കും, അതിന്റെ പ്രോബ്ലം പഠിക്കും, ബാക്കി അതിന്റെ കണ്ടിന്യൂവേഷൻ. സോ സ്റ്റേ ട്യൂൺഡ്.